നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ചിക്കൻ സൂപ്പ് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സൂപ്പാണിത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ എല്ലോടുകൂടി കഷ്ണങ്ങളാക്കിയത് 200 ഗ്രാം, ക്യാരറ്റ് 4 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, സവാള 4 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഒരു കോഴിമുട്ടയുടെ വെള്ള, സ്പ്രിംഗ് അണിയൻ 2 ടേബിൾ സ്പൂൺ, മല്ലിയില 2 ടേബിൾ സ്പൂൺ, വെള്ളം 1 ലിറ്റർ. ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കാം. ഇതിനായി ചിക്കൻ പീസുകൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ലിറ്റർ വെള്ളവും ചേർത്ത് നന്നായി വേവിക്കണം. ഞാനിതൊരു പാനിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിച്ചാലും മതി. നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഈ ചിക്കൻ പീസുകൾ നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി സവാള ചേർക്കാം. ഇനി കുറച്ചു നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ക്യാരറ്റും സവാളയും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റോളം വേവിച്ചാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളച്ച് കോൺഫ്ലോറിന്റെ പച്ച ചുവയ്ക്കൊന്ന് മാറിക്കിട്ടണം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി കോഴിമുട്ടയുടെ വെള്ള ചേർക്കാം. ഇത് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അല്പാൽപമായി ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി സോയാ സോസ് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മല്ലിയിലയും സ്പ്രിംഗ് അണിയനും കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്